നമ്മള് സ്ക്രീൻ സെറ്റ് ആയിട്ടുണ്ട്. നമ്മള് താത്താൻ പോവാണ്. ആളുകൾ റെഡി ആയിട്ടുണ്ട്. തിയേറ്റർ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. കുറച്ച് മുന്നേ ഞാനൊരു ഫ്രീ സ്റ്റൈൽ മിനി പ്രൊജക്ടറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ ആളുകൾ കണ്ട് കുറെ ആളുകൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ചപ്പോൾ ഏകദേശം 2 മാസത്തോളം അടിപൊളി സംഗതിയാണ്. അപ്പൊ നമ്മളിപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി മോഹൻലാൽ പറഞ്ഞ പോലെ ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മളൊരു മിനി തിയേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അത് നമ്മൾ എന്താ പറയുക, വലിയ എക്സ്പെൻസീവ് ആയിട്ട് തന്നെ വളരെ ചുരുങ്ങിയ ചിലവ്. നമ്മളെ ക്യാമറക്ക് അന്ന് എത്ര ആയത്, എന്തൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക ഫെസിലിറ്റീസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണേണ്ടവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അതുവഴി ആ വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് വന്നത് നമ്മൾ ആ സ്ക്രീന്, ആ പ്രൊജക്ടർ ഉപയോഗിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ക്രീന് വീഡിയോ ക്ലാരിറ്റി ആയിട്ട് വരും. നല്ല ഡിജിറ്റൽ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ സ്ക്രീനിൽ അത് കാണണം. അപ്പോൾ നമ്മൾ നല്ലൊരു 100 ഇഞ്ചിൻ്റെ സ്ക്രീന്, അതിൻ്റെ മാക്സിമം സ്കെയിൽ വരുന്നത് 100 ഇഞ്ചാണ്. അപ്പോൾ ആ 100 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതാ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. 16:9 ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ സിനിമ, കളികൾ ഇതൊക്കെ കാണാൻ ഏറ്റവും നല്ലത് 16:9. നമ്മൾ 16:9 സിനിമയൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള സ്ക്രീനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് കളിയൊക്കെ ഇട്ട് അതിൻ്റെ വിശേഷങ്ങളാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അർജന്റീനയുടെ കളി തന്നെ നമുക്ക് ഇന്ന് ഇതിൽ കാണണം. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളെ സ്ക്രീൻ. 100 ഇഞ്ചാണ്. നിങ്ങൾ ഇതങ്ങോട്ട് തൂക്കിട്ട് വെച്ചിട്ട് സിനിമ കണ്ടാൽ അടിപൊളിയായിരിക്കും. പക്ഷെ നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യും. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഈ സ്ക്രീന് താഴേക്ക് വയ്ക്കും. അതാണ് അതിന്റെ സിസ്റ്റം. അതാണ് സ്ക്രീന് മക്കളെ. സ്ക്രീന് കണ്ടില്ല നിങ്ങള്, വലിയ സിനിമ നമ്മൾ ഇനി കാണാൻ പോകുന്നു. അപ്പൊ നമുക്ക് ഇത് എന്താ ഇതൊരു ആണി അടിച്ചിട്ട് നമുക്ക് ഇവിടെ തൂക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ഒരു സ്ക്രീൻ നമുക്ക് താഴെ ഹോൾഡ് ചെയ്തിട്ട് അടച്ചു പൊളിക്കാൻ പറ്റും. എന്നോട് ചേച്ചി അളക്കാട്ടെ. അതിന്റെ അടിയിൽ പിന്നെ എടുത്ത് അളവ് നോക്കണ്ടേ. ഒന്നുകൂടി വായിക്കുന്നത് മാർക്കിന് വീഡിയോ എല്ലാവരും എടുത്തിട്ട് അവിടെ മാർക്കിനോട് മാർക്കിനൊക്കെ എടുത്തിട്ടാ. ആ പോട്ടെ, കറക്റ്റാ അസറേ, കറക്റ്റാ. കൊണ്ടാ മാർക്ക് ചെയ്തോ, കൊണ്ടാ. ഓക്കെ, പക്ഷെ അവിടെ താത്തിയാല് നിങ്ങൾ നീക്കണം അസറേ. ഇത് ഇട്ടാ ശരിയാവില്ലേ? കറക്റ്റ് ഇതിന്റെ സെന്ററിൽ പൊടിക്ക് അവിടെ കണ്ട അതിന്റെ ഇപ്പൊ തട്ട് കൊടുക്കണം, നല്ല ഓണാവുള്ളൂ. വീഡിയോ എടുക്കട്ടാ.
ശരിയാ ഇരിക്കണില്ല നിൽക്കും ഇത് വലിക്കുമ്പോഴാണ് പേടി. പക്ഷെ അവിടെ ടൈൽസാ അല്ലല്ല ഇങ്ങനെ എന്താക്കിടാ അത് കൈ ചേട്ടത്ര കൈ വിട്ടാ ഓക്കെ അല്ലേ? പിന്നെ പൊട്ടിച്ചു തുടങ്ങിയില്ലേ ആ താഴത്തുള്ള ചാലില്ലേ അതിന് മാർക്ക് കേട്ടോ ഒരു കൊത്ത് പോലെ തോന്നെ താഴെ അങ്ങനെ ചാടി അത്ര മതി. ഞാൻ വേറെ ഇല്ലാ അല്ല അവനെ വിടണ്ട വിടണോ എന്താ അല്ലല്ലല്ല ഇത് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനമാണ് എടുക്കാം കൊത്തി പിടിച്ച് അതുകൊണ്ടല്ലേ കുട്ടൂടെ എടാ കയറിയിട്ട് ചെറുണ്ടാ അടച്ചടിച്ചത് ഇങ്ങനൊന്നും ആവുന്നില്ല ഞാൻ വിചാരിച്ച് നല്ല സെറ്റ് ആവുന്നാണ് ഞാൻ വിചാരിച്ചു മതില്ലേ അല്ലല്ല അപ്പൊ നമ്മുടെ സ്ക്രീൻ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ താത്താൻ പോവാണ് സ്ക്രീൻ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ അത് ഇതിനകത്ത് കണക്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഒന്ന് അതാണ് അടിച്ചെടുക്കുന്ന ടൈം വന്നിട്ട് കണക്ട് ചെയ്യാം. അവിടെ ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്യാണ്ട് എന്നിട്ട് മൊത്തം ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം. നമ്മളെ പ്രൊജക്ടർ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. വൈഫൈ മോഡൽ എത്തിയിട്ടുണ്ട്. കാണാനുള്ള ആളുകൾ റെഡി ആയിട്ടുണ്ട്. തിയേറ്റർ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ബിസ്മില്ലാ. ഇനി നേരെ മതിയാവും താഴത്തേക്ക് ഒരു സ്കെയില് വലുതാക്കിയാൽ മതി. അർജന്റീന അതെ Z5 ഉണ്ടല്ലോ അത് എടുക്കാൻ പറ്റുമോ നോക്ക്. ആ അടിച്ച് പൈസ ആയിട്ടെങ്കിൽ പൈസ കയറ്റും അല്ലേ. സ്ക്രീൻ നോക്കി നോക്കി വളമുണ്ട് എവിടെങ്കിലും ചെരിപ്പോ വളം എന്തെങ്കിലും സെറ്റാടാ ആ ശരിയായിപ്പോ കുറച്ച് വ്യത്യാസം ഉണ്ടടാ. അടി നീളം കുറവാണ്. മക്കളൊക്കെ അവിടെ വന്നിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ ഒരു ഐസം യുവാവ് ഉണ്ട്. അതാ യുവാവ് മറ്റേ യുവാവ് ഇവിടെ ഒരു യുവതി അതാ നമ്മള് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കളി അത് ഫോക്കസ് ആവും. അത് ഫോക്കസ് ആവാൻ ടൈം എടുക്കും. ഒന്ന് ചിരിക്ക എല്ലാവരും. ആ എനർജി ഇങ്ങനെ എപ്പോഴും പാടാൻ മതി. നമ്മളുടെ അത് ഫോക്കസ് ആവും. അത് ഫോക്കസ് ആവാൻ ടൈം എടുക്കും. ഒന്ന് ചിരിക്ക എല്ലാവരും. ആ എനർജി ഇങ്ങനെ എപ്പോഴും പാടാൻ അവസരം കിട്ടുന്നത്. ഹിസ്റ്ററി നോക്കിയാൽ അർജന്റീന 3 വർഷം വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ. കത്തിച്ച് പൊട്ടിച്ചൂടെ